പ്രത്യേകിച്ച് മഞ്ജു വാര്യർ 14 വർഷക്കാലം ഒരു അടിമയെ പോലെയാണ് ദിലീപിൻ്റെ വീട്ടിൽ കഴിഞ്ഞു. കാരണം എന്താ പറയുക, ഞാൻ ഈ പല സമയത്തും മഞ്ജു വാര്യർക്ക് ആ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായില്ല. കല്യാണം കഴിച്ചിട്ട് ഒരു ലവ് മാരേജ് ആണ്. ഇത് മഞ്ജു വാര്യർ പറഞ്ഞതാണോ സാറിനോട്? മഞ്ജു വാര്യർ പലപ്പോഴും അവിടെ ശ്വാസം മുട്ടി നിൽക്കുന്നവർ ഞാൻ അവിടെ പോയിട്ട് ഈ ദിലീപിൻ്റെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. എനിക്ക് പൈസ കൊണ്ടുപോകാൻ പോകുന്ന വഴിക്ക് നടക്കുന്നത്. അല്ലെങ്കിൽ വല്ലപ്പോഴും ഈ മഞ്ജു വാര്യർ ഫോണിൽ കിട്ടണമെങ്കിൽ ഞാൻ വിളിച്ചാൽ തന്നെ വിളിച്ച് ആരാന്നുള്ള എൻക്വയറി ചെയ്ത് കരട്ടിയിട്ടൊന്ന് ഫോൺ നമുക്ക് കൊടുക്കും. അത്രയും അവിടെ ഒരു സെൻസേഷനാണ് അത്. സാറ് മഞ്ജു വാര്യർ വിളിക്കുമ്പോഴും ഡയറക്റ്റ് മഞ്ജു വാര്യർക്ക് ഒരിക്കലും കിട്ടില്ല. അല്ല, മഞ്ജു വാര്യർ കിട്ടൂല. അമ്മയോ അല്ല പെങ്ങന്മാരെ ഫോൺ എടുക്കാൻ, ദിലീപിൻ്റെ അമ്മയോ പെങ്ങന്മാർ. എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഫോണ് ആരാന്ന് ചോദിച്ച് എന്തെങ്കിലും വ്യക്തത വരുത്തിട്ട് മാത്രമേ മഞ്ജുവിന് പോകണുള്ളൂ. മഞ്ജു ആ സമയത്ത് ജയിലിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ മഞ്ജുവിൻ്റെ ആ തറവാടത്തെ കൊണ്ടാണ് മഞ്ജു ഇപ്പോൾ നിശബ്ദമായിരിക്കുന്നത്. ഒരു പക്ഷേ ഞാൻ പൈസ കൊണ്ട് സമയത്ത് അവിടെ ഈ വല്ലാത്ത അവസ്ഥയുണ്ട് മഞ്ജുവിൻ്റെ വീട്ടിൽ തന്നെ. സാറിനോട് മഞ്ജു എപ്പോഴും അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴും ഒന്ന് തുറന്ന് പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് മീശ മാധവൻ്റെ 105 ദിവസം എറണാകുളം നടക്കുകയാണ്. ഇന്റർനാഷണൽ ഹോട്ടലിലാണ്, MG റോഡിലെ ഇന്റർനാഷണൽ ഹോട്ടലിലാണ്. അപ്പം എല്ലാം കഴിഞ്ഞ് നമ്മൾ 12 മണി ആയി രാത്രി. പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ സർക്കാരിനെ കഴിഞ്ഞ് ബാക്കിയുള്ള ഞാനും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, സുബേറും ദിലീപ്, മഞ്ജു വാര്യർ പോയതിൻ്റെ ധാരണയാണ്. ഒരു 12-1 മണിക്ക് ശേഷം ഞാൻ വെറുതെ ഇങ്ങനെ ബാത്റൂം വന്ന സമയത്ത് മഞ്ജു ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മഞ്ജു മീനാക്ഷി അന്ന് ഒരു 3 മാസം 4 മാസം പോയായിരുന്നു. കയ്യിൽ ഇങ്ങനെ വളരെ കാര്യം ഞാൻ എന്താ വെച്ചാൽ മഞ്ജു പോയിട്ട് ഇല്ല ചേട്ടനെ കാണുന്നില്ല എന്നാണ്. ഞാൻ ദിലീപ് ഞാൻ നോക്കട്ടെ വരുന്നത്. ഞാൻ പോയി അന്വേഷിച്ച സമയത്ത് ദിലീപ് വേറെ ബാത്റൂമിൻ്റെ അകത്ത് നിന്നിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാവ്യയായിട്ട്. അപ്പം ഞാൻ അന്നെ കുറേ വനത്തത് പറഞ്ഞു. ഞാൻ എന്നോട് എനിക്ക് സംസാരിക്കാൻ നേരം കൊടുക്കണോ സംസാരിച്ചു. പക്ഷെ ആ പെണ്ണ് ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് 12 മണിയായിട്ട് ഒരു കുട്ടീനെയും കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവിടെ വീട്ടിൽ കൊണ്ടാക്കി കൊടുത്ത് എൻ്റെ അങ്ങനെ ഞാനും ദിലീപ് പോയിട്ടാണ് അവിടെ കാർ കയറ്റി വിടുന്നത്. അത് അപ്പം നമ്മൾ ഇന്ന് പറയുന്ന മാതിരിയല്ല. അന്നേ മീശവാദനൻ്റെ ഈ 105 ദിവസം അവൾക്ക് 3 മാസമായ പ്രായമായിട്ടുള്ള സമയത്ത് അന്നേ മഞ്ജുവിനെ അറിയാൻ ഈ കാവ്യമായിട്ട് ബന്ധമുണ്ടെന്നുണ്ട്. ഇന്നീ പറയുന്ന ജനങ്ങൾ പറയുന്ന എല്ലാ സംഭവം. അപ്പൊ ഇത് സിനിമാ ലോകത്തുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് അറിയാമായിരിക്കും. കുറേ ആൾക്കാർക്ക് അറിയാം. ദിലീപിന്റെയും മഞ്ജു വാര്യരുടെ സുഹൃത്തുക്കൾക്ക് അറിയാം. അവരുടെ ഭാഗത്തു നിന്ന് അത്തരം എന്തെങ്കിലും ഇടപെടലുണ്ടായി? ഇല്ല, അന്നൊന്നും ഇത്ര രൂക്ഷയില്ലല്ലോ. അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല. മഞ്ജുവിന് പറയാൻ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയായിരുന്ന സമയമല്ലേ. അപ്പൊ അതൊന്നും ഒരു സാധാരണ ഒരു ആർട്ടിസ്റ്റിന്റെ മറ്റേ ആർട്ടിസ്റ്റായിട്ട് ബന്ധമൊന്നുമില്ല. അതിനപ്പുറം ഇത്ര രൂക്ഷമായിട്ട് അറിയില്ല. പിന്നെ അതിനുശേഷം കുറേ ഉണ്ട്. എൻ്റെ ലൊക്കേഷനിൽ കാവ്യ വന്നിട്ട് താമസിച്ചിട്ടുണ്ട് അവിടെ തിരുവനന്തപുരം. അവിടെ പഠിച്ചിട്ടില്ല. അന്നും കല്യാണം കഴിക്കാൻ സമയത്താണല്ലോ സംഭവത്തില്ല. ദിലീപ് മേലത്തെ റൂമിനോ താഴത്തെ റൂമിലോ അവിടെ അച്ഛൻ വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പം ബന്ധങ്ങൾ നേരത്തെ ഉള്ളന്ന്. ഇപ്പോൾ ഒരു അമേരിക്കൻ പര്യടനത്തിൻ്റെ വല്ല ഇഷ്യൂ അല്ലേ. അമേരിക്കൻ പര്യടനം പോയിട്ട് ഈ പേരായ കുട്ടി ഇപ്പോൾ പറഞ്ഞിട്ട് അന്ന് ഇഷ്യൂവിന് തുടക്കമൊന്നല്ല അതല്ല. പക്ഷേ ദിലീപിന്റെ ധാരണ, ദിലീപ് ഈ വിഷയങ്ങളൊന്നും അറിയുന്നില്ല. ഇങ്ങനെ മഞ്ജു അറിയുന്നുള്ള വിഷയം ദിലീപ് അറിയുന്നില്ല. ദിലീപിന്റെ ധാരണ ഈ ഇരയായ കുട്ടി ഇവോട് പറഞ്ഞിട്ടാണ് ഇത്രയും രൂക്ഷമായിരുന്നില്ല. തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അപ്പോൾ മഞ്ജു എപ്പോഴാണ് ഈ വാർത്ത കൃത്യമായിട്ട് അറിയുന്നത്? ഇത്തരം ഒരു ശക്തമായ ഒരു ബന്ധം ഇവർ തമ്മിലുണ്ടായിരുന്നു. ശക്തമായ ബന്ധമില്ല, അന്ന് മുതലേ അറിയാൻ വന്നിട്ടുണ്ടല്ലോ. പിന്നെ അതിനുശേഷം കല്യാണം കഴിച്ചു പോകുന്നു. അതെ, എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അന്ന് കല്യാണം നടന്നത് മെരിഡൻ ഹോട്ടലിലാണ്. അപ്പം എല്ലാവരും ഉണ്ട്. മഞ്ജു ഈ ബിജുവിൻ്റെ ഭാര്യ സംയുക്ത വർമ്മ, ഈ ഇന്നുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും കൂടായിട്ട് തീർത്ത് ഞാൻ അവരെ മുമ്പ് ഓപ്പറേറ്റ് വന്ന മഞ്ജു രക്ഷപ്പെട്ടില്ല, നീ ഈ കല്യാണത്തോട് എനിക്ക് പോയി മനസ്സാമത്തോടെ ജീവിക്കല്ലോ. പിന്നെ എല്ലാവരും ചിരിച്ചിട്ടങ്ങ് മാറി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു മാസം രണ്ടാമത്തെ ഇഷ്യൂ തുടങ്ങി. മഞ്ജു അറിയാം ഇവിടെ അടുത്ത ബന്ധം ഉണ്ടെന്നുള്ളത് നേരത്തെ മഞ്ജു അറിയുന്നതാണ്. പിന്നെ ഇവിടെ അമേരിക്കയിൽ പോകണമെന്ന് പറഞ്ഞ സമയത്തും പല ഫംഗ്ഷനിലും ഈ മഞ്ജു ഉള്ള സമയത്ത് തന്നെ ഈ കാവ്യനെ കൂട്ടിയിരുന്ന കല്യാണത്തിനും പോയത്. അത് രണ്ടു കൂട്ടരും ക്ഷണിക്കും. സിനിമക്കാർ ഫംഗ്ഷന് രണ്ടു കൂട്ടരും ക്ഷണിക്കും. വരുന്നത് ഒന്നും ശരിക്കും.